फरिश्ता रूप स्थिति का अनुभव किया. ഓം ശാന്തി. ഇന്ന് ഞങ്ങളെല്ലാവരും സ്വന്തം ഫരിസ്താസ്ഥിതി അനുഭവം ചെയ്തു. और स्वयं मुझे अपने इसी स्वरूप में अधिक से अधिक कार्य व्यवहार में रहते, जिम्मेदारियों को संभालते हुए इस स्थिति को बनाना बहुत ज़रूरी है. നമുക്ക് ഓരോരുത്തർക്കും കാര്യവ്യവഹാരങ്ങളിൽ വരുമ്പോഴും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ടും ഈ സ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ठीक है ना ये बात? ശരിയല്ലേ? ज़रूरी है ना ये बात? ഇത് അത്യാവശ്യമല്ലേ? क्योंकि उसकी डेफिनेशन तो समझ ली. फरिश्ता क्या होता है, कैसा होता है, ये अब आपके मन में प्रश्न नहीं उठेगा. लोग तो ये जानते ही नहीं फरिश्ता क्या होता है, कैसा होता है. लेकिन प्यारे बाबा ने हम बच्चों को असली रूप, फरिश्ते की रियलिटी, क्वालिटी, वो सब बता दिए. നിങ്ങളുടെയൊക്കെ എല്ലാവരും ഇപ്പോൾ ഫരിസ്ത എന്താണ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ലോകത്താർക്കും അറിയപ്പോലുമില്ല. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ബാബ എന്താ ഫരിസ്ത, അതിൻ്റെ റിയൽ രൂപം എന്താണ്, ഭാവം എന്താണ് എന്നൊക്കെ നമ്മളെ മനസ്സിലാക്കി തന്നു. अब जब हम क्योंकि इस धरती पर हैं, फरिश्ते तो सबके मन में ये रहता है कि आकाश में उड़ते रहते हैं. अब आप आकाश में उड़ते रहते हैं या धरती पर रहते हैं, या दोनों काम करते हैं? ഫരിസ്ത എന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കുക ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. സത്യത്തിൽ ഫരിസ്ത ആകാശത്ത് പറക്കുകയാണോ, ഭൂമിയിൽ പ്രവർത്തിക്കുകയാണോ, അതോ രണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണോ? क्या कहेंगे? എന്താ ഉത്തരം പറയാ? हाँ, धरती पर रहते हैं. ഭൂമിയിലാണോ ഇരിക്കുന്നത്? हाँ या ना? या आकाश में उड़ते हैं? ആകാശത്ത് പറക്കുകയാണോ? हाँ, या दोनों में? രണ്ടിലും ഉണ്ടെന്ന് പറയുന്ന ഒരു കൈ भाई अच्छा उंगली से बता रहा है दोनों में. दोनों में. लेकिन ऐसा नहीं हो सकता कि धरती पर ही रहते हम फरिश्ते हो. ഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ ഫരിസ്തയാവുക, അത് സംഭവ്യമല്ലേ? बताओ, हो सकता है ऐसा? സാധിക്കുമോ? സാധിക്കുമെങ്കിൽ കൈവീശ. ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഫരിസ്തയാവാൻ പറ്റും എന്ന് പറയുന്ന ഒരു കൈവീശ. वेरी गुड, बहुत अच्छा. क्योंकि बाबा जो हम बच्चों को बताते हैं, असली फरिश्ते तो हम सब हैं ना, बाबा के बच्चे. तो उड़ने की निशानी उनकी इसीलिए दिखाई है कि वो धरती पर हैं, लेकिन धरती पर रहते हुए भी वो धरती से अलग हैं. आकाश में शरीर सहित तो कोई उड़ भी नहीं सकता. अच्छा, शरीर है तो धरती पर ही होंगे, लेकिन रहना भी हमको फरिश्ता है. अब ये थोड़ा है हमारा शरीर हड्डी मांस वाला तो यहाँ इस जन्म का, ब्राह्मण जन्म का ऐसा ही रहेगा ना. परंतु हमारी स्थिति, നമ്മളെല്ലാവരും ഫരിസ്തകളാന്ന് പറഞ്ഞിട്ട് ഈ അസ്ഥി മജ്ജി മാംസമുള്ള ശരീരമല്ലേ, ഇവിടെ ഇരിക്കെ തന്നെ മുകളിൽ പറക്കാൻ സാധ്യമല്ലല്ലോ. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോഴും ഇവിടുത്തെ പ്രഭാവങ്ങളിൽ നിന്ന് ഉപരിയായിട്ടിരിക്കുക. നമ്മളെല്ലാവർക്കും ബ്രാഹ്മണ ജന്മത്തിൽ കിട്ടിയ ശരീരമാണിത്. അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് വേറെ ആയിക്കൊണ്ട് ആകാശത്തൂടെ പറക്കുക എന്നുള്ളത് സാധ്യമല്ല. പക്ഷെ നമ്മുടെ സ്ഥിതി അതുപോലെ ആവുക എന്നുള്ളതാണ്. तो हमारी वास्तव में स्थिति ही स्वरूप है. വാസ്തവത്തിൽ നമ്മുടെ സ്ഥിതിയാണ് സ്വരൂപം. अभी जैसे ब्रह्मा बाबा को सब देखते थे, बाबा का पुरुषार्थ चलता रहा, एकदम देह भान से न्यारे रहने का. बाबा फरिश्ता स्वरूप में आते गए. तो लास्ट के दिनों में कईयों के ये अनुभव रहे कि बाबा हमें देहधारी नहीं, लाइट का एक फरिश्ता जैसे चल रहा है, बैठ रहा है. अब बाबा तो देह में ही था, शरीर तो यही था,
लेकिन बाबा की स्थिति देह से बिल्कुल न्यारी थी. ബ്രഹ്മ ബാബ നമുക്ക് ഉദാഹരണമായിട്ടുണ്ട്. ബ്രഹ്മ ബാബ ഈ ദേഹത്തിൽ തന്നെയായിരുന്നു. പക്ഷെ അന്തിമ സമയത്തൊക്കെ പലർക്കും ബ്രഹ്മ ബാബയുടെ ലൈറ്റ് സ്വരൂപത്തിനെ സാക്ഷാത്കാരം കണ്ടിട്ടുണ്ടായിരുന്നു. പറയുമ്പോൾ ബാബ ഈ ദേഹത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ബാബയുടെ സ്ഥിതി ദേഹത്തിൽ നിന്ന് പൂർണ്ണമായി വ്യത്യസ്തമായി മാലാഖാരൂപത്തിലായിരുന്നു. और बाबा की स्थिति इतनी सूक्ष्म होने से, क्योंकि आत्मा ऐसी तैयार होती गई, आत्मा के तैयार होने से जो आत्मा का ऑरा बनता गया, स्वरूप बनता गया, दूसरों को देखने में वह आता था, शरीर नहीं. ബാബയുടെ സൂക്ഷ്മമായ സ്ഥിതി അത്രയ്ക്ക് ശക്തമായിരുന്നു. ആത്മ എന്താണോ അനുഭൂതി ചെയ്യുന്ന സ്വരൂപം അത് ഓറയായിക്കൊണ്ടിരുന്നു. ഇപ്പോൾ പുറമെന്നുള്ളവർ കാണുമ്പോൾ ആ ഒരു സൂക്ഷ്മ പ്രകാശ സ്വരൂപം മറ്റുള്ളവർക്ക് കാണുന്ന വിധത്തിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു. तो रहना तो धरती पर ही है. താമസിക്കേണ്ടത് ഭൂമിയിൽ തന്നെ. अभी कई दुनिया में कोई कोई ऐसे योग सिखाने वाले निकल आते हैं जो अपनी मशहूरी दिखाते हैं कि हम आग पर चल सकते हैं, हवा में उड़ते हैं. लोगों को ये इम्प्रेशन है ना, योगी उड़ते हैं. हाँ, तो वो तो अपनी अल्पकाल की सिद्धियों से भी ऐसा संभव कर लेते हैं, लेकिन बहुत मोमेंट्री, टेम्परेरी. तो कई बार हम लोगों के लिए भी लोग सोच लेते हैं शायद ये ऐसे योगी तो नहीं है, पर हम तो धरती पे ही रहेंगे ना, धरती पे ही रहते हैं ना. ഇവിടെ ചില യോഗികളൊക്കെ അവരുടെ റിദ്ധിസിദ്ധികളായിട്ട് പ്രകടിപ്പിക്കാറുണ്ട്. ആകാശത്തൂടെ പറക്കുന്ന പോലെ, തീയിലൂടെ നടക്കുന്ന പോലെ. അത് അവരും കുറച്ചു കാലത്ത് അഭ്യാസത്തിലൂടെ തന്നെയാണ് അത് നേടിയെടുക്കുന്ന സിദ്ധികളാണ്. പക്ഷെ അത് അല്പകാലത്തിൻ്റെ മാത്രമാണ്. ചിലപ്പോൾ ആളുകൾ നമ്മളെക്കുറിച്ചും ചിന്തിക്കും, ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊന്നും കാണിക്കുന്നവരല്ലല്ലോ നമ്മൾ എന്ന് ചിന്തിക്കും. तो हम बाबा के बच्चे मुख्य रूप से अपने इस फरिश्ता स्वरूप में रहें, मीन्स हमारी स्थिति ऐसी रहे, न्यारी और प्यारी. നമ്മൾ ബാബയുടെ കുട്ടികൾ ഫരിസ്താ സ്വരൂപത്തിലിരിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സ്ഥിതി അതുപോലെ ഇരിക്കുക, ഭിന്നരുമായിരിക്കണം, പ്രിയമുള്ളവരും ആയിരിക്കണം. जैसे कोई कोई आत्माएं बहुत शांत स्वभाव की होती हैं, या उनमें कई ऐसी विशेषताएं होती हैं कि वो जल्दी किसी भी बात से डिस्टर्ब नहीं होती हैं, प्रभावित नहीं होती हैं, तो लौकिक दुनिया में भी कह देते हैं इस पर तो कोई असर ही नहीं होता, ये तो जैसे मानव नहीं कोई फरिश्ता आया है. हाँ, कोई बच्चा भी घर में ऐसा होता है, सदा मुस्कुराता रहता है, कोई कुछ भी कहे, हाँ, रोता नहीं है या परेशान नहीं करता माँ बाप को, तो माँ बाप भी कह देते हैं देखो ये ना फरिश्ता है. हाँ, ये बच्चा क्या, ये फरिश्ता है. ചില ആളുകളുണ്ടാവും വളരെ ശാന്ത സ്വഭാവമായിരിക്കും, ഒരു കാര്യം കൊണ്ടും പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവില്ല, ഒരവസ്ഥയും അവരുടെ സ്ഥിതിനെ മാറ്റില്ല, മറ്റു കാര്യങ്ങൾ അവരെ പ്രഭാവം ഉണ്ടാവില്ല. അപ്പോൾ മറ്റുള്ളവർ പറയും ഇവരെന്താ മനുഷ്യനല്ലല്ലോ, മാലാഖയെ പോലെ ഉണ്ടല്ലോ എന്ന്. ചില കുട്ടികളെ കുറിച്ചും പറയും, ചില കുട്ടികൾ എങ്ങനെയാണ്, കരയില്ല, മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കില്ല, ഏതവസ്ഥയിലും പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഇതൊരു മാലാഖ കുട്ടിയാണ് എന്ന് പറയും. तो हमें भी कार्य व्यवहार में रहना है, अपनी ड्यूटी अच्छी तरह बजानी है, उसमें हमें पीछे नहीं होना या ऐसा नहीं समझना कि हम इससे छूट जाएं तो हम फरिश्ता बनेंगे, ऐसा नहीं है. നമ്മളും അതുപോലെ നമ്മുടെ കാര്യവ്യവഹാരങ്ങളൊക്കെ ചെയ്യണം, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം. ഇങ്ങനെ വിചാരിക്കരുത് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഈ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാതായിട്ട് വേണം എനിക്ക് മാലാഖയാവാൻ എന്നൊരിക്കലും വിചാരിക്കരുത്. प्यारे ब्रह्मा बाबा लास्ट डे तक भी सेवा करते रहे और अपनी जिम्मेदारी को पूरी तरह निभाते रहे. നമ്മുടെ ബ്രഹ്മബാബ, പ്രിയപ്പെട്ട ബ്രഹ്മബാബ അന്തിമ ദിനം വരെ തൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ടിരുന്നു, സേവ ചെയ്തുകൊണ്ടിരുന്നു. आप सब ने सुना होगा बाबा ने उस दिन भी कहा मेरे को सारे पत्र दो और मैं बच्चों को उनके उत्तर भेजूंगा. जबकि बाबा की तबीयत भी इतनी अच्छी नहीं थी, फिर भी बाबा ने बैठ करके
पत्रों का जवाब दिया, जबकि बाबा अपने संपन्न स्वरूप में कर्मातीत अवस्था उस स्थिति तक पहुंच गए थे, लेकिन देह में थे। तो अपनी ड्यूटी, जिम्मेदारी पूरी पत्र लिखकर जवाब दिया ना, ऐसे ही थोड़ा कि ऐसे ही हो जाएगा। बाबा ने बकायदा उसको कायदे से अपनी उस जिम्मेदारी को लास्ट डे तक भी कंप्लीट किया। നമ്മുടെ ബ്രഹ്മ ബാബ ലാസ്റ്റ് ദിവസം വരെയും ആ തൻ്റെ ശരീരത്തിലിരുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പത്രങ്ങളെല്ലാം കൊണ്ടുവരൂ, ബാബ ശരീരത്തിൽ നിന്ന് പോകുന്ന ദിവസം ശരീരത്തിന് അസ്വസ്ഥതകൾ ഉണ്ടായിട്ട് പോലും എല്ലാ ലാസ്റ്റ് പത്രം വരെ ഉത്തരം എഴുതിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഒക്കെ തന്നെ ആയിത്തീരും. മാലാക സ്ഥിതിയാണ്, അങ്ങനെയല്ല. ബാബ ആ സമയത്ത് സമ്പൂർണ്ണ കർമ്മായുധ സ്ഥിതിയാണ് എങ്കിലും ദേഹത്തിലിരിക്കുമ്പോൾ അതിൻ്റെ കർത്തവ്യങ്ങൾ കൈകൾ കൊണ്ട് എഴുതി തന്നെ ലാസ്റ്റ് പത്രത്തിന് പോലും ബാബ ലെറ്റർ എഴുതി കൊടുക്കുക തന്നെ ചെയ്തു. और बाबा ने रात्रि क्लास भी कराया, जबकि दादी प्रकाश मणि वहाँ थे। और दादी ने कहा, बाबा आज आपका स्वास्थ्य ऐसे है थोड़ा, मैं जाती हूँ। बाबा खुद गए और बच्चों से मिले। वो भी आपने सुना ही होगा सब। ബാബയുടെ ലാസ്റ്റ് ദിവസം ബാബ ക്ലാസ്സും എടുത്തു. നമ്മുടെ പ്രകാശ് മണി ദാദി മാം ഉണ്ടായിരുന്ന സമയത്ത് ദാദി പറയുമായിരുന്നു, ദാദി അന്ന് ബാബോട് പറഞ്ഞു, ബാബ ഇന്ന് ഹെൽത്ത് കുറച്ച് ഡിസ്റ്റർബല്ലേ, ഞാൻ ക്ലാസ് എടുത്തോളാം, ബാബ റെസ്റ്റ് എടുക്കൂ. പക്ഷെ ബാബ സമ്മതിച്ചില്ല. ബാബ അന്നും ബാബ തന്നെ പോയി കുട്ടികളെ കണ്ടു, ക്ലാസ് എടുത്തു. तो हमें अपनी स्थिति ऐसी बनानी है जो वैसा ही हमें स्वरूप स्वयं में महसूस हो। और जब हमारी ऐसे स्वयं की महसूसता होगी, स्वयं की स्थिति होगी, तो अपने आप ही उसका एक ऑरा बनता है और अपने आप ही उसका प्रभाव दूसरों पर पड़ता है. നമുക്ക് എല്ലാവർക്കും സ്വയം തന്നെ അനുഭവമാകണം. നമ്മുടെ ആ ഒരു പരിസ്ഥിതി സ്വരൂപത്തിൻ്റെ ആ ഒരു അനുഭൂതി നമുക്ക് തന്നെ ഉണ്ടാകുന്ന സമയം അത് നമ്മളുടെ ഒരു ഓറ തനിയെ നമ്മളിൽ തന്നെ ആ ഓറയുണ്ടാവും. അതിൻ്റെ പ്രഭാവമാണ് മറ്റുള്ളവരിൽ ഉണ്ടാകുന്നത്. अब ये तो ज़रूर है कि जब हम व्यवहार में आते हैं तो अनेक प्रकार की बातें हमारे सामने आएंगी, और उन बातों को परीक्षा कहो, पेपर कहो, या समस्या कहो। कोई उसी बात को समस्या कहता है, कोई उसी बात को परीक्षा कहता है। तो ये मेरी स्थिति पर ही है कि मैं किस तरह से उसको क्रॉस करती हूँ, पार करती हूँ. നമ്മളെല്ലാവരും കുടുംബത്തിലാണ് ഇരിക്കുന്നത്, വ്യവഹാരത്തിലാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ചിലവരെ പ്രശ്നം എന്ന് പറയും, ചിലർ പേപ്പർ എന്ന് പറയും, ചിലർ പരീക്ഷ എന്ന് പറയും. പക്ഷേ അത് പ്രശ്നമാണെങ്കിലും പേപ്പറാണെങ്കിലും നമ്മുടെ സ്ഥിതി എങ്ങനെയുണ്ട് അതിൻ്റെ ആധാരത്തിലാണ് അതിന് സഹജമായി കടന്നു പോകുന്നത്. यही तो वास्तव में पुरुषार्थ है. पुरुषार्थ और किस चीज़ का नाम है? इसी बात का ही नाम पुरुषार्थ है कि हमने सचमुच अपने को वैसा ही बनाने का ध्यान दिया कि हलचल में आए. നമ്മൾ പുരുഷാർത്ഥം എന്ന് പറയുന്നത് ഇതിനെയാണ്, ഇങ്ങനെ കാര്യങ്ങളെ കടന്നു പോകുന്നതിനെയാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കുകയാണ്, ചഞ്ചലതയിൽ വരാതെ ആ കാര്യങ്ങളെ കടന്നു പോകണം. अभी देखो, जब व्यवहार में आते हैं अक्सर करके क्या होता है, सार में अगर आप देखो, संक्षेप रूप में बताती हूँ सार में, कि हमारे क्योंकि हर एक के भिन्न भिन्न संस्कार हैं, सबके एक जैसे संस्कार नहीं है. इवन घर में 2 बच्चे होंगे तो उन दोनों के भी एक जैसे नहीं होंगे, अलग अलग होंगे. आप सब अनुभवी हो, परिवारों में रहते हो, तो चाहे छोटे परिवार में रहते हैं या बड़े, या हम ब्राह्मण परिवार भी इतना बड़ा परिवार है, भिन्न भिन्न आत्माएं हैं. तो जब भिन्न भिन्न संस्कार वाले सब हैं तो अवश्य ही क्या होगा कि आपके अनुसार तो सब कुछ नहीं होगा. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ചുരുക്കത്തിൽ പറഞ്ഞതാണ്, അപ്പോൾ നമ്മൾ കുടുംബത്തിലിരിക്കുകയാണ്, പല പല സ്വഭാവങ്ങളായിരിക്കും. ചിലപ്പോൾ ഒരു വീട്ടിൽ 2 കുട്ടികളെ ഉണ്ടാവുള്ളൂ. 2 കുട്ടികളുടെയും സ്വഭാവം ഒരുപോലെ ആയിരിക്കില്ലല്ലോ, വേറെ വേറെ സ്വഭാവമായിരിക്കും. അത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. നമ്മൾ ബ്രാഹ്മണ കുടുംബമാണ്. ബ്രാഹ്മണ കുടുംബത്തിൽ പല പല ആത്മാക്കളുണ്ട്, പല പല സംസ്കാരങ്ങളുള്ളവരാണ്. നമ്മളുടെ സങ്കല്പം അനുസരിച്ച് നിങ്ങൾക്കനുസരിച്ച് മറ്റുള്ളവരുടെ സംസ്കാരം ഉണ്ടാവോ? ഇല്ല. क्योंकि व्यवहार में अक्सर, चाहे आप ऑफिस में देखो, चाहे आप घर में देखो, चाहे आप किसी भी धंधे कारोबार में
जो भी आपके संपर्क में आते हैं, बड़े या छोटे, हर एक के संस्कार की तो कहानी है सारी, और कौन सी कहानी है। हम मिलेंगे, उसकी नेचर अलग होगी, आपकी नेचर अलग होगी, हाँ, उसका सोच अलग होगा, आपका सोच अलग होगा। उसमें ही रहते मेरे को अपनी स्थिति अच्छी रखनी है, मुख्य तो यही बात है ना। നിങ്ങളുടെ ഓഫീസിലാവാം, ജോലി സ്ഥലത്താവാം, കുടുംബത്തിലാകാം, എവിടെ ഇരിക്കുകയാണെങ്കിലും എല്ലാവരുടെയും സംസ്കാരം വേറെ വേറെയാണല്ലോ. അവിടെ ഇരിക്കുമ്പോൾ അവരുടെ ഇച്ഛ വേറെ ആയിരിക്കും, നിങ്ങളുടെ ഇച്ഛ വേറെ ആയിരിക്കും, അവരുടെ സങ്കല്പം വേറെ ആയിരിക്കും, നിങ്ങളുടെ സങ്കല്പം വേറെ ആയിരിക്കും. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ, അതിൻ്റെ ഇടയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ സ്ഥിതി അതിൽ നിന്നും പ്രഭാവമില്ലാതിരിക്കണം. तो इसके अंदर हमको सबसे ज़रूरी ये बात ध्यान रखनी है कि हमें ये समझना है कि इस आत्मा का संस्कार ऐसा है। उसकी गहराई में नहीं जाना, लेकिन जैसे मान लिया जाए कोई व्यक्ति ऐसा होता है जो जल्दी गर्म हो जाता है, तो हमें मालूम है कि इससे हम कुछ एक्स्ट्रा कहेंगे या अपनी बात कहेंगे, ये गर्म होने वाला व्यक्ति है। तो हमें क्या करना पड़ता है कि हम ऐसी बात उसके साथ ना करें, या उतनी बात करें अगर आवश्यक है तो, कि हमारी आपस की बात में, व्यवहार में किसी प्रकार की गर्मी, वो उत्तेजित ना हो जाए। तो हर एक के संस्कार को समझ करके व्यवहार में आओ। ഓരോരുത്തരുടെയും സ്വഭാവങ്ങളെ മനസ്സിലാക്കി കർമ്മത്തിൽ കൊണ്ടുവരണം. ഈ സ്വഭാവം എന്തുകൊണ്ടാണ് അങ്ങനെ ആഴത്തിൽ നമ്മൾ പോകേണ്ടതില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണെന്ന് വിചാരിക്കൂ. അപ്പോൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് ആ ദേഷ്യം വരുത്തുന്ന കാര്യങ്ങൾ പറയാൻ പോകണ്ട. അല്ലെങ്കിൽ അവർ നമ്മൾ സംഭാഷണത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ അവർ ഉത്തേജിപ്പിക്കപ്പെടുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാതിരിക്കാൻ പരിശ്രമിക്കുക. चाहे कोई भी संस्कार हो, हाँ, किसी का आलस्य का मान लिया जाए, किसी का झूठ बोलने का है सपोज। अब कई बार क्या होता है कोई झूठ बोलता है, हमें बहुत गुस्सा आ जाता है। हम कहते हैं हमको तो बिल्कुल पसंद नहीं है कि आपने झूठ बोला। तो मम्मा इस पर कहती थी, अच्छा उसने तो झूठ बोला और तुमने क्या किया, गुस्सा किया, तो गलती तो दोनों से ही हुई। അതുപോലെ തന്നെ ചിലർക്ക് ആലസ്യത്തിൻ്റെ സ്വഭാവം ഉണ്ടാവും, ചിലർക്ക് കളവ് പറഞ്ഞ സ്വഭാവം ഉണ്ടാവും. ചിലർ നമ്മുടെ മുന്നിൽ കളവ് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വല്ലാതെ ദേഷ്യം വരും, ആവേശം വരും. അവർ ദേഷ്യം പറഞ്ഞ് കേട്ടിട്ട് നമുക്ക് ആവേശം വരും. അപ്പം അമ്മ എന്താ പറഞ്ഞിരുന്നതെന്നറിയോ? ഒരാൾ കളവ് പറഞ്ഞു, നിനക്ക് ആവേശം വന്നു, ഇപ്പം രണ്ടുപേരും തെറ്റ് ചെയ്തില്ലേ എന്നാണ് അമ്മ പറയാറ്. मेरी कमाल तो तब है, मेरी स्थिति तो तब अच्छी है, मैं फरिश्ते का पुरुषार्थ कर रही हूँ, तो भले उसने झूठ बोला पर मैं शांत रहूं और मैं समझ जाऊं कि इसने ऐसा किया है, पर मुझे ऐसा नहीं करना है, हाँ? ये मैं समझ के चलूं तो मैं अपनी स्थिति को कंट्रोल कर सकती हूँ. നമ്മൾക്ക് സ്ഥിതി നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഒരാൾ കളവ് പറഞ്ഞു അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്തു, അപ്പോഴും നമ്മുടെ സ്ഥിതി അത് കണ്ട് ദേഷ്യപ്പെട്ട് വരരുത്. മറിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഇവരിങ്ങനെ ചെയ്തിരിക്കുന്നു, അത് ഞാൻ ചെയ്യരുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്ഥിതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുള്ളൂ. तो हमको फरिश्ते स्वरूप में हम रहें, व्यवहार में आते, ड्यूटी प्ले करते, तो कंट्रोलिंग पावर चाहिए. ഫരിസ്ത സ്വരൂപത്തിൽ ഇരിക്കാൻ, അതായത് വ്യവഹാരത്തിലിരിക്കുമ്പോഴും കർത്തവ്യങ്ങൾ നിറവേറ്റുമ്പോഴും ഡ്യൂട്ടി ചെയ്യുമ്പോഴും ഫരിസ്ത സ്വരൂപത്തിൽ ഇരിക്കണമെങ്കിൽ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം. तो हमारी कंट्रोलिंग पावर रूहानी है, हाँ, सूक्ष्म है, स्वयं पर है, आत्मा की स्थिति से है. നമ്മുടെ കൺട്രോളിങ് പവർ എന്ന് വെച്ചാൽ അത് ആത്മീയാണ്. നമ്മളെ നമ്മൾ കൺട്രോൾ ചെയ്യാണ്. അഥവാ ആത്മീയ സ്ഥിതിയിലൂടെയുള്ള കൺട്രോളിംഗ് ആണ്. और हर एक आत्मा के स्वभाव को और संस्कार को समझ कर चलो. ഓരോ ആത്മാവിൻ്റെയും സ്വഭാവത്തിനെ, സംസ്കാരത്തിനെ മനസ്സിലാക്കിയിട്ട് മുന്നേറണം. मम्मा बाबा के सामने इतने बच्चे इकट्ठे रहते थे,
350 तो शुरू में ही रहते थे 14 साल। अब आप सोचो 14 साल भी, क्योंकि उस समय कोई ऐसा संस्था का रूप नहीं था, छोटा ही एक संगठन का रूप था, तो उसमें तो सबको सब कुछ पता चलता है एक दूसरे का। तो मम्मा बाबा जैसे आपके सामने 2 बच्चे 4 बच्चे, आपको अपने हर बच्चे का पता है, हाँ ये कैसा है, ये आलसी है और ये चुस्त है, पता है ना। तो हम कई बार कोई आलसी होता है तो इरिटेट हो जाते हैं थोड़ा सा, तो मम्मा ने बाबा ने ये समझ लिया तभी शुरू में ही, देखो कि ये फलाना बच्चा ऐसा है, ये फलाना बच्चा ऐसा है, तो उसको उसके अनुसार ही हैंडलिंग दी। മമ്മിയും ബാബയും നമ്മുടെ യജ്ഞത്തിൻ്റെ ആദ്യകാലത്തിൽ ആലോചിച്ച് നോക്കൂ, 350 പേരുണ്ടായിരുന്നു. അന്നത്തെ പോലെ നമ്മുടെ യജ്ഞം വലിയൊരു ഒരു ഓർഗനൈസേഷൻ ആയിട്ടില്ല, സെറ്റപ്പൊന്നും ആയിട്ടില്ല, ചെറിയൊരു കുടുംബം പോലെ ആയിരുന്നു. അപ്പോൾ ഓരോ കുട്ടികളുടെയും സ്വഭാവം എന്താണെന്ന് പൂർണ്ണമായും മുന്നിൽ വരുമായിരുന്നു, അത് അവർക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരുമായിരുന്നു. ബാബയ്ക്കറിയാം, നിങ്ങൾക്കറിയാലോ 2 കുട്ടികളുണ്ട് നിങ്ങളുടെ, അവരെന്താ സ്വഭാവം എന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റും. അതേപോലെ മമ്മയ്ക്കും ബാബയ്ക്കും ഓരോ കുട്ടി വളരെ ചുസ്താണ്, മിടുമിടുക്കനാണ്, കുറച്ച് ആലസ്യാണ്. ഓരോരുത്തരുടെ സ്വഭാവം മുന്നിൽ വന്നിട്ടും അതിനെ അതുപോലെയാണെന്ന് മനസ്സിലാക്കി ആ രീതിയിലാണ് മമ്മിയും ബാബയും 14 വർഷ കാലഘട്ടമാണ് അങ്ങനെ ബാബ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്, മമ്മ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. इसलिए हमारे को स्वयं को साक्षी होकर चलना है। साक्षी समझते हैं ना, न्यूट्रल, ताकि हमारे ऊपर उस आत्मा का प्रभाव नहीं पड़े। അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്വയം സാക്ഷിയായിട്ട് നടക്കണം. സാക്ഷിയാവുക പറഞ്ഞാൽ എന്താ അർത്ഥം? ന്യൂട്രൽ ആവണം. അവരുടെ സ്വഭാവത്തിൻ്റെ പ്രഭാവം നമ്മളിൽ ഉണ്ടാകരുത്. अगर हमारा बार बार संकल्प चलता है कि ये मेरा बच्चा सुधर जाए, अच्छा पढ़े, हाँ लौकिक परिवार में तो यही बातें होती हैं, ये डिग्री क्यों नहीं लेता, ये नंबर 1 क्यों नहीं आता, तो आपने समझा तो उसको दिया ही है, ऐसा तो नहीं है कि आपने नहीं समझाया। अच्छा, उस पर ध्यान भी रख रहे हैं, उस पर खर्चा भी कर रहे हैं, लेकिन अगर हम चिंतित हो जाते हैं, बहुत इरिटेट रहते हैं, तो माना कहीं मेरा बैलेंस ठीक नहीं है ज्ञान के हिसाब से, कि मैं कहीं मोह के वश में आत्मा हूँ, इसलिए ऐसा हो रहा है. ഇപ്പം നമുക്കൊരു കുട്ടിയാണ്, ആ കുട്ടി പഠിക്കണം, ഡിഗ്രി എടുക്കണം, അവൻ ഉയർന്ന അവസ്ഥയിലെത്തണം, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് വേണ്ട സപ്പോർട്ടെല്ലാം കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇറിറ്റേഷൻ വരികയാണ്. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ടെൻഷൻ ആവുകയാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം എവിടെയോ നമ്മുടെ ഉള്ളിൽ മോഹത്തിൻ്റെ ഒരു അംശമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ടെൻഷനായി പോകുന്നത്, ഇറിറ്റേഷനായി പോകുന്നത്. तो बाबा ने तो हमको सब बातों का ज्ञान दे दिया है ना, ऐसे थोड़ा कोई एक ही बात का ज्ञान दिया है। बाबा ने हमको पास्ट प्रेजेंट फ्यूचर सभी बातों का ज्ञान दे दिया है ना, तो फिर हमको इसलिए परेशान नहीं होना है, साक्षी दृष्टा होना है. ബാബ നമുക്ക് ഒരു കാര്യത്തിൻ്റെ മാത്രമാണ് ജ്ഞാനമല്ലോ തന്നത്, പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാത്തിനെ കുറിച്ചും പറഞ്ഞു തന്നില്ലേ. അതുകൊണ്ട് നമ്മളൊരു കാര്യത്തെക്കുറിച്ചും ടെൻഷൻ ആവേണ്ടതില്ല, പരവശാവേണ്ടതില്ല. फिर तो दुनिया वालों में और हमारे में क्या फ़र्क रहा? दुनिया वाले भी चिंता में आ जाते हैं, हाँ जिनको ज्ञान नहीं है, और हम भी चिंता में ही आ गए. तो उसने तो जो बनना है सो बनना है, मैंने जो बनना था मैं उससे भी वंचित हो गई, डबल नुकसान हो गया. അപ്പോൾ ഈ ലോകത്തുള്ളവരും തമ്മിൽ എന്താ വ്യത്യാസം? ലോകത്തുള്ളവരും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ എന്താണോ ആകേണ്ടത് അതും ആയിട്ടില്ല, നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതും ആയിട്ടില്ല. അപ്പോൾ ഡബിൾ ഭാരമായി മാറി. और जहाँ तक हमारी ड्यूटी का, हाँ या कर्तव्य का सवाल है, कि जो फ़र्ज़ बनते हैं हमारे, उनको भी अच्छी तरह ही प्ले करना है. ऐसा नहीं है कि मैं फरिश्ता बन रही हूँ तो मेरी ड्यूटी में फ़र्क आ जाए. हाँ कई बार कई कहते हैं कि ये ज्ञान योग में इतना है कि इसको आगे पीछे की परवाह नहीं है. कई दुनिया में भी इम्प्रेशन ले लेते हैं कि मैं अगर भगवान का बन गया तो बहन जी गृहस्थी कौन चलाएगा. हाँ लेकिन बाबा ने तो हमको इतना अच्छा नॉलेजफुल बनाया है, बैलेंस दिया है कि आप भगवान के बने हो तो और अच्छी तरह अपना काम करो. ज़्यादा आपके अंदर एनर्जी होनी चाहिए, ज़्यादा आपके अंदर सारी पावर्स होनी चाहिए. हाँ एडजस्टमेंट की पावर है,
या जो भी टॉलरेंस पावर है, जो भी है, और ये पावर्स हमारी ज्ञान और योग से बढ़ती हैं या घटती हैं? बढ़ती हैं या घटती हैं? बढ़ती हैं। तो जब बढ़ती हैं तो नेचुरल है कि हम अपनी ड्यूटी को अच्छा प्ले करेंगे ना, कम तो प्ले नहीं करेंगे ना। और ही कईयों के एग्जाम्पल ऐसे हैं बीकेस के कि उनके बॉस इतने खुश रहते हैं क्योंकि ये बीके है और ईमानदार है, ऑनेस्ट है, हाँ, काम भी ज़्यादा करता है। तो हमको ये समझ के ही चलना है कि हम ड्यूटी और ही अच्छी प्ले करेंगे। ऐसा नहीं है कि हम फरिश्ते स्वरूप में हम मतलब ये सोचें कि मेरा ध्यान तो यही रहेगा, बस मैं एक एंजल हूँ और मैं एक बाबा की याद में ही हूँ, तो मेरा काम कम हो जाएगा, छूट जाएगा। ऐसा नहीं, बल्कि और अच्छा ही प्ले होगा। നമ്മൾ ഫരിസ്തയായി കഴിയുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി പ്ലേ ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊരു കുറവ് വരില്ല. ഗൃഹസ്ഥത്തിലുണ്ട്, ഭാവി എന്തായാലും കുഴപ്പമില്ല, അതിൻ്റെ ഫലം എന്തായാലും കുഴപ്പമില്ല, അങ്ങനെ ഒന്നും ചിന്തയില്ല. അങ്ങനെയല്ല, കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും നന്നായി ചെയ്യുന്നവരാവും. ചിലവരെക്കുറിച്ച് പറയുന്നുണ്ട്, കുടുംബത്തിലാണ് ഇരിക്കുന്നത്, അപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതെന്താണോ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഇല്ല എന്നുള്ള ഇമ്പ്രഷനും മറ്റുള്ളവർ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഏത് കാര്യം ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫരിസ്ത സ്വരൂപത്തിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കഴിവുകൾ, ഗുണങ്ങൾ കൂടുകയാണ്. കൂടുതൽ അതെങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതലായിട്ടാണ് ചെയ്യുക. അല്ലാതെ നമ്മൾ ഫരിസ്ത സ്വരൂപത്തിൽ മുങ്ങിയിരുന്നു, മറ്റു കാര്യങ്ങളെല്ലാം മറന്നു, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, ആ ഒരു അവസ്ഥയല്ല ഉണ്ടാകുന്നത്. ചില ബ്രഹ്മകുമാരി BK കുട്ടികളെക്കുറിച്ച് അവർ ഓഫീസിൽ നിന്ന് അവരുടെ ബോസൊക്കെ വളരെ ഹാപ്പിയാണ്, ഇവർ BK ആണ്, അതുകൊണ്ട് വളരെ സത്യസന്ധരാണ്, കൂടുതൽ കാര്യങ്ങൾ ചെയ്യും, കൃത്യമായിട്ട് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കമൻറ്റുകൾ, പോസിറ്റീവായ കമൻറ്റുകൾ ചില BK കുട്ടികളെക്കുറിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫരിസ്ത സ്വരൂപത്തിൽ ഇരിക്കുക എന്ന് വെച്ചാൽ ഡ്യൂട്ടി പ്ലേ ചെയ്യാതിരിക്കുക എന്നല്ല, കൂടുതൽ കർത്തവ്യങ്ങൾ നമ്മൾ ബെസ്റ്റായിട്ട് ചെയ്യാമെന്നാണ്. ബാബയുടെ കൂടുതൽ കഴിവ് കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ശക്തികൾ ഉപയോഗിക്കാൻ സാധിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ കാര്യങ്ങളെ കൂടുതൽ ബെസ്റ്റായി പ്ലേ ചെയ്യുന്നതാണ് ഫരിസ്ത സ്വരൂപത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ. लेकिन इसके लिए ये बहुत ज़रूरी है कि हमारे अंदर संतुष्टता का गुण चाहिए. പക്ഷെ ഒരു കാര്യം വളരെ അത്യാവശ്യമാണ്, നമ്മുടെ ഉള്ളിൽ സന്തുഷ്ടത എന്ന ഗുണം വളരെ ആവശ്യമാണ്. क्योंकि संतुष्टता जब होती है तो आत्मा अंदर से प्रसन्न रहती है. കാരണം സന്തുഷ്ടത ഉണ്ടാകുമ്പോൾ ആത്മ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രസന്നമായിരിക്കും. और अंदर उसको एक सुख की फीलिंग रहती है. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സുഖത്തിൻ്റെ ഫീലിംഗ് ഉണ്ടാവും. और कोई प्रकार की संसारिक इच्छा नहीं रहती. യാതൊരു രീതിയിലുള്ള ഈ ലൗകിക ഇച്ഛകളും അവർക്കുണ്ടാവില്ല. तो जब इच्छा ही नहीं है कोई प्रकार की, तो ऑटोमेटिकली हमारी स्थिति क्या होगी? ഇച്ഛയില്ലെങ്കിൽ നമ്മുടെ സ്ഥിതി ഓട്ടോമാറ്റിക്കലായി എങ്ങനെയുണ്ടാവും? न्यारी होगी ना, प्यारी होगी ഭിന്നാവില്ലേ? ना? आज संसार में यही तो समस्या है कि लोगों की इच्छाएं नहीं खत्म हो रही. ഇന്നത്തെ എല്ലാ പ്രശ്നവും അതാണ്, ഇച്ഛകൾ തന്നെ അവസാനിക്കുന്നില്ല. और इच्छाओं के कारण ही परिवारों में अशांति है. ഇച്ഛകൾ കൂടിയിട്ടാണ് കുടുംബങ്ങളിൽ അശാന്തി ഉണ്ടാകുന്നത്. अभी देखो कितनी ऐसी बातें हैं, वो अब क्या सुनाए लौकिक संसार की, आप ज़्यादा ही जानते हो. एक को देखते हैं कुछ मिला तो अपने अंदर ईर्ष्या पैदा हो जाती है. कारण इच्छा. बीज क्या है? इच्छा, कि इसको मिला तो मुझे भी मिले. लेकिन जब मैंने भगवान का बन के अपने आप को अंदर से फुलफिल कर लिया है, मैं अंदर से सुख की फीलिंग में हूँ, मैं सेटिस्फाइड हूँ, तो मेरी कोई इच्छा रहेगी नहीं. हाँ? मैं क्योंकि हूँ ही सेटिस्फाइड ना. ഇന്ന് ലോകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാമല്ലോ. ഒരാൾക്ക് കിട്ടി, മറ്റാൾക്ക് കിട്ടിയില്ല. അപ്പോൾ കിട്ടാത്ത ആൾക്ക് ആകെ അസ്വസ്ഥായി, എനിക്കും കിട്ടണം, ഇച്ഛ. അതിൻ്റെ കാരണം എന്താണ്? ഇച്ഛ. അപ്പോൾ ഈ ലോകത്ത് ഇരിക്കുമ്പോഴും അത് ഇച്ഛ മൂലമാണ് അത് പ്രശ്നം ഉണ്ടാകുന്നത്. എനിക്ക് കിട്ടിയില്ല, അവർക്ക് കിട്ടി എന്നുള്ള പ്രോബ്ലം ഉണ്ടാകുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ അലൗകിക പരിസ്ഥിതി ആയിരിക്കെ മനസ്സ് സാറ്റിസ്ഫൈ ആയിരിക്കും.
അപ്പോൾ കിട്ടിയില്ല എന്നുകൊണ്ട് പ്രോബ്ലം ഉണ്ടാവില്ല. കാരണം മൂലമായ കാര്യം എന്താണ്? മനസ്സ് സന്തുഷ്ടാണ്, തൃപ്തിയായിരിക്കുകയാണ്, സന്തോഷത്തിൻ്റെ ഫീലിംഗ് ആണ്. तो जो इच्छाएं होती है ना वो धरती पे लाती हैं, वो उड़ने नहीं देती, मना स्थिति को हल्का नहीं होने देती, लाइट नहीं होने देती है, वो जकड़ के रखती हैं। कोई भी इच्छा देखो, तो यही हमारे को अपना पुरुषार्थ अंदर रखना है कि मैं एक संतुष्ट आत्मा हूँ. ഇച്ഛകളുണ്ടല്ലോ ഒരിക്കലും പറക്കാൻ സമ്മതിക്കില്ല, അത് താഴെ പിടിച്ചു വയ്ക്കും, ഭൂമിയിൽ തന്നെ കിടന്ന് നിരങ്ങുകയുള്ളൂ, ഒരിക്കലും പൊന്തില്ല അതൊരിക്കലും. അതുകൊണ്ട് നമ്മുടെ വലിയൊരു പുരുഷാർത്ഥാണ് നമ്മളെപ്പോഴും സന്തുഷ്ട സ്ഥിതിയിലിരിക്കണം, ഇച്ഛയിൽ നിന്നുപരിയായിരിക്കണം. पर साथ साथ क्योंकि माया बड़ी सूक्ष्म है ना, बहुत सूक्ष्म है. जैसे हमारा पुरुषार्थ सूक्ष्म है ना, माया भी वहाँ ही चोट करती है, हैमर करती है. उसको मालूम होता है कि कहाँ पर मुझे वो अपना स्थान मिलेगा. तो वो हमको संसारिक रूप से देख लिया उसने, माया ने, ये फेल होने वाले नहीं है, इनको कुछ नहीं चाहिए, ये दुनिया से न्यारे और प्यारे हैं. परंतु जब हम पुरुषार्थ में आगे जाने लगते हैं ना, तो उसकी भी कोई कोई बातें हमारे आगे रुकावट बनती है, जो माया ही हमारा टेस्ट लेती है वास्तव में. अब वो क्या होता है, क्योंकि पुरुषार्थ अच्छा हुआ, स्थिति अच्छी हुई, तो अब पूरी अच्छी तो नहीं है, तब तो माया पेपर ले रही है, नहीं तो माया भी पेपर क्यों लेगी. तो अपमान के रूप से या अभिमान के रूप से कभी कभी ऐसी स्थिति में परीक्षा आ जाती है, जो फरिश्ता जैसे हम चाहते हैं कि एकदम मैं लाइट रहूं, डबल लाइट रहूं, उसमें व्यवधान आ जाता है. മായയുണ്ടല്ലോ, ഈ നമ്മളിപ്പോൾ നമ്മുടെ ഉയർന്ന സ്ഥിതിക്ക് വേണ്ടി പരീക്ഷ എടുക്കും, അതും ഒരിക്കലും ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ഉണ്ടാക്കില്ല. കാരണം മായയ്ക്ക് അറിയാം ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വളരെ ഭിന്നരാണ്, അതുകൊണ്ട് അവിടെ നിങ്ങളെ പരീക്ഷ എടുത്തിട്ട് കാര്യമില്ല. പക്ഷേ നമ്മുടെ അലൗകിക സ്ഥിതിയിൽ നമ്മൾ അത്ര ഉയർന്നു പോയിക്കൊണ്ടിരിക്കെ നമ്മൾ ആ സ്ഥിതിയിൽ പോകുന്നോട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുമില്ല. പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ മായയ്ക്ക് പരീക്ഷ എന്നുള്ള കാര്യമേ ഇല്ല. പെർഫെക്റ്റ് ആക്കാനാണല്ലോ പരീക്ഷ എടുക്കുന്നത്. അപ്പം അവിടെ നമ്മുടെ മുന്നിൽ ചില തടസ്സങ്ങൾ ഉണ്ടാക്കും. അതായത് അഭിമാനം അല്ലെങ്കിൽ മാനം, ഈ രൂപത്തിൽ ചെറിയ ചെറിയ പരീക്ഷകൾ. മായയ്ക്ക് അറിയാം എവിടെയാണ് നമുക്ക് പരീക്ഷ എടുക്കേണ്ടതെന്ന്, അവിടെ വന്ന് മായ നമുക്ക് പരീക്ഷ എടുക്കും. बाबा ने भी कई बार हम बच्चों को अव्यक्त रूप से बाप दादा ने ये बातें समझाई हुई हैं कि बच्चे आपके सामने अभिमान भी परीक्षा ले सकता है और अपमान भी परीक्षा ले सकता है. ബാബയും അവ്യക്ത രൂപത്തിൽ പല പ്രാവശ്യം നമ്മൾ കുട്ടികൾക്ക് കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. കുട്ടികളെ, നിങ്ങളെ അഭിമാനത്തിൻ്റെ രൂപത്തിലും പരീക്ഷ എടുക്കും, അപമാനത്തിൻ്റെ രൂപത്തിലും പരീക്ഷ എടുക്കും. तो जिम्मेदारी संभालनी है और साथ साथ स्थिति भी अच्छी रखनी है. और स्थिति अच्छी है, आप जिम्मेदारी भी अच्छी संभाल रहे हो, हाँ, तो थोड़ा सा, क्योंकि हमारे कई हिसाब किताब है ना, पूर्व जन्मों के भी, कर्मों के भी, हाँ, पुराने संस्कारों के भी. अभी वो सारे तो पूरी तरह गले और मरे नहीं है, टोटल संस्कार मिट रहे हैं, हाँ, काफ़ी पुराने मिट रहे हैं. लेकिन बाबा कई बार कहता है ना, थोड़ा अंश भी होगा तो वो भी परीक्षा के रूप से आ सकता है. നമുക്ക് ഉത്തരവാദിത്തങ്ങളും നിറവേറ്റണം, ആ സമയം സ്ഥിതി ഉണ്ടാക്കണം. തീർച്ചയായിട്ടും ഇപ്പോൾ നന്നായി ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ട്, സ്ഥിതി നല്ലതാണ്. എന്നാലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ പരീക്ഷകൾ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. കാരണം പഴയ കണക്കുകളൊന്നും തീർന്നിട്ടില്ലല്ലോ. ബാബയും പറയുമല്ലോ, അംശമുണ്ടെങ്കിൽ പോലും അതാണ് പലപ്പോഴും പരീക്ഷയായിട്ട് മാറാറ് എന്ന്. तो जो फरिश्ता होता है वो इन दोनों बातों से भी न्यारा रहता है. ഇപ്പം ആരാണോ മാലാഖയായിരിക്കുന്നവർ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും ഭിന്നരായിരിക്കും. क्योंकि जिम्मेदारी में ये परीक्षा आती है. കാരണം ഉത്തരവാദിത്വം നിറവേറ്റുമ്പോഴാണ് പരീക്ഷകളും വരുന്നത്. बड़े सूक्ष्म रूप से आती है. അതിസൂക്ഷ്മ രൂപത്തിലാണ് വരുന്നത്. इसीलिए बाबा हम बच्चों को कहता है, बच्चे आपको इन दोनों बातों से बचने के लिए स्वमान में रहना है. അതുകൊണ്ടാണ് ബാബി നമ്മൾ കുട്ടികളോട് പറയുന്നത്, ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ സ്വമാനത്തിലിരിക്കണം. और रोज बाबा हमें कोई ना कोई स्वमान देता है.
ദിവസവും ബാബ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്വമാനം നൽകുന്നുണ്ട്. और बाबा ने हमें कई स्वमान दिए हुए, ढेर स्वमान दिए हुए. ബാബയാണെങ്കിൽ നമുക്ക് കുറേ സ്വമാനങ്ങൾ, അളവറ്റ സ്വമാനം നൽകിയിട്ടുണ്ട്. तो जब कभी भी ऐसे थोड़ा सा भी अपमान की फीलिंग आ गई, मान लिया जाए कि मैं तो इतनी अच्छी आत्मा हूँ, कहना मानती हूँ, आज्ञाकारी हूँ, सेवा करती हूँ और ये सच है, लेकिन उसके अनुसार मुझे नहीं किसी ने समझा, हाँ, या नहीं व्यवहार किया, या टेम्परेरी कभी किसी ने कुछ ऐसा किया तो मुझे अपमान की फीलिंग आ गई. तो माना मैं अपने उस समय स्वमान से थोड़ा सा हट गई. तो इसलिए बाबा कहता है स्वमान में रहो. നമ്മൾ അത്രയും നല്ല ആത്മാവാണ്, നല്ല സേവ ചെയ്യുന്നു, ആജ്ഞാകാരിയാണ്, ഉത്തരവാദിത്വം നിറവേറ്റുന്നവരാണ്. പക്ഷെ അതനുസരിച്ച് നമ്മളോട് ഒരാൾ പെരുമാറിയില്ല, അല്പമെങ്കിലും ഒരു നൈമിഷികമായിട്ടെങ്കിലും നമുക്ക് കിട്ടേണ്ടത് വേണ്ട രീതിയിൽ കിട്ടിയില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് വളരെ അപമാനം ഫീൽ ചെയ്യും. അതിൻ്റെ അർത്ഥം നമ്മൾ ആ സമയത്ത് സ്വമാനത്തെ മറന്നിരിക്കുകയാണ്. अभी देखो हनुमान का मिसाल दिखाते हैं ना कि राम ने हनुमान को रावण की सभा में भेजा. सुना होगा रामायण के अंदर. हाँ, तो वो राम के ही कहने से ही गया था हनुमान. तो जब हनुमान उसके रावण के दरबार में पहुंचा तो रावण ने उसका बड़ा अपमान किया, जबकि हनुमान अपनी जगह ठीक था. हाँ, उसका कोई गलत वो नहीं था और राम का आज्ञाकारी होकर ही गया. तो जब रावण ने उसका बहुत अपमान किया, बहुत अपशब्द कहे, तुच्छ कहा उसको, तो हनुमान डिस्टर्ब नहीं हुआ और रावण ने उसको यहाँ तक कि बैठने के लिए भी नहीं कहा. तो हनुमान ने क्या किया, अपनी ही पूंछ का गोला बना के उसके ऊपर बैठ गया. माना अपने स्वमान में रहा कि मैं जो हूँ मैं उसी ही रूप में हूँ. तो उसने कोई किसी प्रकार के अपमान की फीलिंग महसूस नहीं की. നിങ്ങൾ ഹനുമാന്റെ കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഹനുമാൻ, എല്ലാവരും കേട്ട കഥയായിരിക്കും. ഹനുമാൻ രാമൻ്റെ സന്ദേശമായി രാവണൻ്റെ സദസ്സിൽ ചെന്നു. രാവണൻ ഒരുപാട് അപശബ്ദങ്ങൾ ഉപയോഗിച്ചു, നീ തുച്ഛമാണ് എന്ന് പോലും പറഞ്ഞു. ഇരിക്കാൻ സീറ്റ് പോലും കൊടുത്തില്ല. അപ്പോൾ ഹനുമാൻ എന്ത് ചെയ്തു, തൻ്റെ വാല് തന്നെ ചുറ്റി അതിൻ്റെ മുകളിലിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? സ്വമാനത്തിലിരിക്കുകയാണ്. സിറ്റുവേഷൻ എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സ്ഥിതി അതുതന്നെയാണ്, നമ്മൾ സ്വമാനത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. फरिश्तों को संदेश वाहक भी कहते हैं ना, कि वो मुख से तो जो भी हम बाबा के बच्चे हैं निमित्त हैं ही, लेकिन सूक्ष्म रूप से भी हम संदेश देने के निमित्त हैं. इसीलिए बाबा हम बच्चों को कहते हैं कि आप मनसा द्वारा भी विशेष सेवा करो. നമ്മൾ ബാബയുടെ കുട്ടികൾ സന്ദേശവാഹകരാണ്. സൂക്ഷ്മ രൂപത്തിൽ പോലും മറ്റുള്ളവർക്ക് സന്ദേശം കൊടുക്കാനുള്ളവരാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, നിങ്ങളെപ്പോഴും മനസാ സന്ദേശം കൊടുത്തുകൊണ്ടേയിരിക്കും. तो मेरी मनसा ऐसी रहे जो अपमान और अभिमान की फीलिंग में नहीं आए. അപ്പം നമ്മുടെ മനസ്സ് എപ്പോഴും എങ്ങനെയായിരിക്കണം? അപമാനത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഫീലിങ്ങിൽ നിന്ന് ഉപരിയായിരിക്കണം. तो हमारी स्थिति मनसा की भी सेवा के निमित्त फरिश्ता स्वरूप होगी. അപ്പോൾ നമ്മുടെ സ്ഥിതി മനസ്സാ നോക്കുമ്പോഴും ആകാശവും ഭൂമിയും പോലുള്ള അത്ര വ്യത്യാസം നമ്മുടെ സ്ഥിതിയിലേ ഉണ്ടാകും. और इसीलिए कहते हैं ना, जो योगी होते हैं वो हर बात में, हाँ, स्थिति उनकी चाहे हानि हो या लाभ हो, रात हो या दिन हो, सर्दी हो या गर्मी हो, मान हो या अपमान हो, निंदा हो, स्थिति हो, वो हर बात में न्यारा, हाँ, उस समान रहता है. അതുകൊണ്ടല്ലേ പറയുന്നത്, യോഗി എന്ന് വെച്ചാൽ അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ജയാണെങ്കിലും പരാജയമാണെങ്കിലും നിന്ദിക്കുകയാണെങ്കിലും അപമാനിക്കുകയാണെങ്കിലും അതിൽ നിന്നൊക്കെ ഭിന്നമായിരിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ. तो ये हमारी स्थिति का ही प्रमाण है. ഇത് നമ്മുടെ സ്ഥിതിയുടെ തെളിവാണ്. और फरिश्ता माना ही, जो मैंने सबसे पहली बात कही, कि स्थिति से है. പരിസ്ഥ എന്ന് വെച്ചാൽ തന്നെ, മാലാഖ എന്ന് വെച്ചാൽ തന്നെ ആദ്യം പറഞ്ഞ ദീദി പറഞ്ഞ കാര്യം സ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. एक भाई था, दुनिया में भी लोग इन बातों को मानते हैं, ध्यान रखते, भले वो फरिश्ते नहीं है, हम तो फरिश्ते बन रहे हैं. तो उसका बहुत बड़ा व्यापार था. जिम्मेदारी की बात आ रही है ना,
तो कहा ना, जिम्मेदारी संभालते हम फरिश्ता रहे। हाँ? तो उसके पास एक मित्र उसी की कारोबार से मीटिंग करने आया हुआ था। तो दोनों की बहुत सीरियस मीटिंग चल रही थी बिजनेस की। तो इतने में जो व्यक्ति था मालिक, उसका असिस्टेंट आया, सेक्रेटरी आया अंदर, और उसने कहा, साहब बहुत इम्पोर्टेंट खबर है, मुझे अभी सुनानी है आपको। तो कहा, अच्छा बोलो। कहा, जो हमारा शिप आ रहा था माल लेके, वो डूब गया है। तो वो मालिक शांत रहा, कहा, अच्छा ठीक है, बस 2 शब्द बोले। और जो उसका वो सेक्रेटरी था प्राइवेट, वो बाहर चला गया कमरे से। और फिर जो आया था उनके पास बिजनेस के काम से, सीरियस मीटिंग थी, दोनों की मीटिंग कंटिन्यू रही। फिर आधे घंटे बाद वो फिर से आया उसका पीएस, और आकर के कहा कि साहब, वो जो शिप डूब गया था वो हमारा नहीं था, वो किसी और का था। तो वो मालिक बोलता है, अच्छा ठीक है। तो उसका पीएस फिर कमरे से बाहर चला गया, और जो व्यक्ति मीटिंग के लिए आया था, मीटिंग कंटिन्यू रही। तो जब मीटिंग पूरी हो गई तो उसके उस दोस्त ने कहा, उस व्यक्ति ने, आज मुझे एक बहुत बड़ा आश्चर्य हुआ। तो वो बोला, मालिक क्या? और सिंपल वे में उसने कहा, मुझे ये आश्चर्य हुआ कि आपका जो प्राइवेट सेक्रेटरी अंदर मैसेज लेके आया था, उसने जब कहा कि जहाज डूब गया है हमारा, तो आपने कहा अच्छा ठीक है, वो चला गया बाहर। और जब उसने दोबारा आके कहा कि वो हमारा नहीं था, किसी और का था, तब भी आपने कहा अच्छा ठीक है, और वो चला गया। कहा, मेरे को बड़ा आश्चर्य लग रहा है, क्योंकि पहली बार में आप दुखी होते, निराश होते, कुछ बोलते, हाँ, मीटिंग बंद कर देते, कुछ भी रिएक्शन नहीं। और जब दूसरी बार में उसने कहा कि चलो पहली बार में ठीक है, आपने अपने को संभाला, कंट्रोल किया, लेकिन जब दूसरी बार में उसने कहा कि हमारा नहीं किसी और का था, फिर तो आपको खुश होना चाहिए था। आप तो खुशी के मारे मेरे से भी हाथ मिलाते, फटाफट थोड़ा कहते मिठाई लाओ, कुछ करो। कहते आपने तब भी कहा कि ठीक है। तो मुझे बड़ा आश्चर्य हो रहा है कि बात क्या है, राज क्या है इसके अंदर। तो उसने कहा, और कुछ नहीं, क्योंकि मैं सिर्फ अपने को निमित्त समझता हूँ, मालिक नहीं। मालिक वो है, इसलिए मेरे को कोई फर्क नहीं पड़ता, चाहे वो नहीं डूबा चाहे वो डूबा, क्योंकि मालिक वो है। तो मेरे को इस कारण से हमेशा ही किसी भी बात की कभी भी डिस्टर्बेंस नहीं होती है, चिंता नहीं होती है। और मैं क्योंकि निमित्त हूँ, सिर्फ ट्रस्टी हूँ, उसको संभाल रहा हूँ बस। ലൗകികത്തിലതെ ചില ആളുകളൊക്കെ വളരെയധികം മാലാഖ പോലെ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണ് ദീദി. ഒരു വലിയ ബിസിനസ്മാൻ ഒരു ദിവസം മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിന് വന്ന് വേറൊരു ബിസിനസ് മീറ്റിംഗ്, വളരെ സീരിയസ് ബിസിനസ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അയാളുടെ PS പ്രൈവറ്റ് സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു, ഒരു എമർജൻസി ലെറ്റർ ഉണ്ട്, ഒരു എമർജൻസി മെസ്സേജ് തരാനുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി പറയൂന്ന്. അപ്പോൾ ആ സെക്രട്ടറി പറഞ്ഞു, നമ്മുടെ സാധനം കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഷിപ്പ് മുങ്ങിപ്പോയി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഓക്കെ ശരി, 2 വാക്കിൽ ഉത്തരം പറഞ്ഞു. സെക്രട്ടറി പോയി. അത് കഴിഞ്ഞ് മീറ്റിംഗ് തുറന്നുകൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ സെക്രട്ടറി കയറി വന്നു, പ്രൈവറ്റ് സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു, സാർ ഒരു കാര്യം പറയാനുണ്ട്. ശരി, എന്താ പറയാൻ പറഞ്ഞു. ആ മുങ്ങിപ്പോയ ഷിപ്പ് നമ്മുടെ ആയിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഇദ്ദേഹം പറഞ്ഞു ഓക്കെ. അത് കഴിഞ്ഞ് മീറ്റിംഗ് തുറന്നുകൊണ്ടേയിരുന്നു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ മീറ്റിങ്ങിന് വന്ന ആൾ ഇദ്ദേഹത്തോട് ചോദിച്ചു അത്രേ, ഇന്ന് എനിക്ക് വല്ലാത്ത ആശ്ചര്യം തോന്നിയെന്ന്. അപ്പോഴും ഇദ്ദേഹം എന്താ ആശ്ചര്യപ്പെടാൻ, എന്താ ഉണ്ടായതെന്ന് ചോദിച്ചു. അല്ല, പ്രൈവറ്റ് സെക്രട്ടറി വന്ന് ഷിപ്പ് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോഴും താങ്കൾ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ സങ്കടപ്പെടുകയോ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ പരവശ്യം പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു വന്ന് വീണ്ടും പറഞ്ഞു, നമ്മുടെ എല്ലാ ഷിപ്പ് മുങ്ങിപ്പോയത് വേറൊരാളാണെന്ന്. അപ്പോൾ സന്തോഷിക്കുക, എനിക്ക് കൈ തരിക എന്ന്, മിഠായി അല്ലെങ്കിൽ സ്വീറ്റ് കഴിക്കുക, അതും ഉണ്ടായില്ല. ഇതെങ്ങനെയാണ് അങ്ങക്ക് സാധിക്കുന്നത് എന്ന് ചോദിച്ചു.
അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നെ നിമിത്തമാണെന്ന് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഞാൻ ഇതിൻ്റെ ഒന്നും അധികാരിയല്ല. ഇതിൻ്റെയൊക്കെ ഉടമസ്ഥൻ മുകളിലിരിക്കുന്നവനാണ്. പിന്നെ ഞാൻ എന്തിനാണ്? മുങ്ങിപ്പോയാലും അങ്ങേരുടെയാണ്, ലഭിച്ചാലും അങ്ങേരുടെയാണ്. ഞാൻ കേവലം നിമിത്തം മാത്രമാണ്, ട്രസ്റ്റി മാത്രമാണ് എന്ന് മാനിച്ചു. അതുകൊണ്ടാണ് എനിക്ക് അതിനെക്കുറിച്ച് ആവേശമൊന്നും വരാത്തത് എന്ന് പറഞ്ഞു. तो जितना हम निमित्त बनकर चलते हैं, अपने को उस भाव में रखते हैं, तो जिम्मेदारी भी आप संभालेंगे और हल्के भी रहेंगे, माना फरिश्ता रहेंगे. हाँ, फरिश्ता हल्का होता है ना, सहज होगा. അതുകൊണ്ട് എത്രത്തോളം നിങ്ങൾ നിമിത്ത ഭാവത്തിലിരിക്കുന്നു, ഉത്തരവാദിത്തങ്ങളും നിറവേറ്റും, അതേസമയം ഭാരമില്ലാതിരിക്കും. ഫരിസ്ത പറഞ്ഞ അങ്ങനെയല്ലേ, ഭാരമില്ലാത്ത രൂപം എന്നല്ലേ പറയാ. അപ്പോൾ ഇതാണ് ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ടും ഭാരമില്ലാതിരിക്കാനുള്ള സ്ഥിതി, രീതി. फिर चाहे आप कोई भी जिम्मेदारी संभालते हो, हाँ, परिवार की संभालते हो, कोई कंपनी संभालते हो, दुकान संभालते हो, हाँ, ऑफिस संभालते हो, बच्चों को संभालते हो, घर संभालते हो, जिम्मेदारी तो सबके ऊपर है. किसी के ऊपर छोटी है, किसी के ऊपर बड़ी है. हाँ, या सेंटर संभालते हैं, हाँ, सेंटर तो बाबा का है, तो आपका घर किसका है? बाबा का ही है. बच्चे भी किसके हैं? बाबा के ही हैं. कंपनी भी किसकी है? दुकान भी किसकी है? बाबा की ही है. तो मैं क्या हुई? निमित्त हुई ना सिर्फ. मालिक तो बाबा हुआ ना. तो फरिश्ते रह सकते हैं ना हम सहज, हाँ, उड़ते हुए रह सकते हैं ना, किसी भी बात के बंधन में, इफेक्ट में, हाँ, बंधन में माना इफेक्ट में नहीं आएंगे. यही हमारा प्रैक्टिकल बातों में फरिश्ते स्वरूप की लाइफ है. ओम शांति. അപ്പം നിങ്ങൾ എത്ര വലിയ ബിസിനസ് ചെയ്യാവട്ടെ, ഓഫീസ് നടത്താവട്ടെ, വീട് സംരക്ഷിക്കാവട്ടെ, ഏത് കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാവട്ടെ, അത് സെൻറ്റർ നോക്കാവട്ടെ, ഏതാണെങ്കിലും അതിൻ്റെ ഉത്തരവാദി ബാബയാണല്ലോ. ചിലർക്ക് ചെറിയ ഉത്തരവാദിത്വം, ചിലർക്ക് വലിയ ഉത്തരവാദിത്വം. കുട്ടികളെ നോക്കാവട്ടെ, സെൻറ്റർ നമ്മുടെ അല്ലല്ലോ, ബാബയുടെയല്ലേ. നിങ്ങളുടെ വീടും ബാബയുടെയല്ലേ, ബിസിനസ്സും ബാബയുടെയല്ലേ, കുട്ടികളും ബാബയുടെയല്ലേ. അപ്പോൾ ഏതൊരു കാര്യവും ബാബയുടെ ആകുന്ന സമയത്ത് നമ്മൾ നിമിത്തം മാത്രമാണ്. അപ്പോൾ നമുക്ക് ലൈറ്റായിട്ടിരിക്കാൻ സാധിക്കും. ഇതാണ് എത്ര വലിയ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോഴും ഭാരമില്ലാതിരിക്കാൻ, മാലാഖയായിരിക്കാൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം. അപ്പോൾ കുടുംബത്തിൽ, ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് മാലാഖ ജീവിതം നിറവേറ്റേണ്ടത് എങ്ങനെയാണ്, മാലാഖയായി ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഓം ശാന്തി. ഓം ശാന്തി.